ഒരു പക്ഷെ നാളെ മഴയും വീടും ഒക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ മുന്നിൽ ഏതാനും മണിക്കൂറുകളുള്ളൂ അല്ലേ? 9 ദിവസം പറഞ്ഞാൽ ഒരു 8 മണിക്കൂർ രാത്രി സമയം നമ്മൾ ഒഴിവാക്കി നിർത്തിയാൽ ബാക്കി നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുന്നിലുണ്ടാവുന്നത് വളരെ ചുരുങ്ങിയ മണിക്കൂറുകളാണത്. ആ മണിക്കൂറുകൾ ഈ വിജയത്തിന്റെ നിർണായകമായ നിമിഷങ്ങളാണ്. ഓരോ മിനിറ്റും വളരെ നിർണായകമായ നിമിഷങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ കൃത്യമായി ഉപയോഗിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൂടെ പഠിച്ചവർ, നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ കൂടെ നിങ്ങൾ ഈ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഇന്നേ വരെ BJPക്ക് വോട്ട് ചെയ്യാത്ത മുഴുവൻ ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പ്രിയപ്പെട്ട ലിസ്റ്റൊക്കെ തയ്യാറാക്കി ആളുകളുടെ എണ്ണം ചോദിച്ചാൽ ചിലപ്പോൾ വളരെ ശതമാനം കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു മണിക്കൂർ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് പെണ്ണെടുത്ത് എന്റെ പരിചയത്തിൽ ഉണ്ടെന്ന ആളുകൾ എന്നൊരു 10-20 പേര് തയ്യാറാക്കി നിങ്ങൾ അവരെ കൃത്യമായി വിളിക്കണം, അവരോട് സംസാരിക്കണം. ഈ പ്രാവശ്യം നമ്മൾ വിജയിക്കേണ്ട ആ വിഷയത്തെ കുറിച്ച് അങ്ങനെ നിങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചാൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, മെയ് 4-ാം തീയതി നിലക്കെ പ്രസംഗിച്ചതുപോലെ മെയ് 4-ാം തീയതി 7 മണിയാകുമ്പോൾ ആരൊക്കെ വരും? ചാനലില് മൊട്ട അരുൺ വരും, സുജയ പാർവതി വരും, ഇങ്ങനെ ഒരുപാട് ആളുകൾ വരില്ലേ? അവർ വന്നിട്ട് എന്ത് പറയും? സൗത്ത് നിയോജക മണ്ഡലത്തിൽ വോട്ടെണ്ണി തുടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ വോട്ടെണ്ണിയപ്പോൾ ഗണേഷ് ലീഡായി, അങ്ങനെ ലീഡായി 10 മണിയാകുമ്പോഴത്തേക്ക് പറയണം, ചരിത്രത്തിലാദ്യമായി, മലബാറിന്റെ ചരിത്രത്തിലാദ്യമായി ഇതാ സൗത്ത് നിയോജക മണ്ഡലത്തിൽ 50,000-ലധികം വോട്ടുകൾ നേടിക്കൊണ്ട് ഈ ഗണേഷ് അത് പറയണമെങ്കിൽ ആ ഒരു സ്വപ്നം കാണണം നിങ്ങൾ. ആ സ്വപ്നം കാണുന്നതിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ഈ റിസൾട്ട് ഉണ്ടാവും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, വിജയത്തിന്റെ തൊട്ടരികിലാണ് നമ്മളുള്ളത്. വളരെ അടുത്താണ് നമ്മളുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു സാഹചര്യം നമുക്ക് ലഭിച്ചിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ നമ്മൾ തരുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല. പക്ഷെ ആ വിജയത്തിന്റെ തൊട്ടരികിൽ നിൽക്കുന്ന നമുക്ക് ആ വിജയം നേടണമെങ്കിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കണം. എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വീടിന്റെയും അടുക്കളയിൽ കയറാനുള്ള ഏക അവകാശമുള്ള ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ഇതുപോലെ മെയ് 4-ന് ശേഷം നമ്മൾ ഒത്തുകൂടും. അപ്പോൾ ഞാൻ വന്ന കാറിന് മുന്നിൽ ഒരു 3 അക്ഷരമുണ്ടാവും. അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ പോരാടുന്ന നിങ്ങളുടെ രതീഷ് ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നു. ആരോപണങ്ങളെ